guys, welcome back to my YouTube channel. So guys, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വ്ളോഗാണ്. സോ എല്ലാവർക്കും നല്ല ഈസി ആൻഡ് സമയം കുറച്ച് നല്ല ഈസി പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ലഞ്ചിനാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ആൻഡ് നൗ യു ആർ വാച്ചിങ് മനൂസ് ചാനൽ. അപ്പം ഗൈസ്, ഞാനിനി നമ്മുടെ ഈ വെജിറ്റബിൾ ബിരിയാണിക്ക് അത് ആഡ് ചെയ്യേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്നത് എന്തൊക്കെയാണ്? നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യണം അല്ലേ. സോ സത്യം പറഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് നമ്മുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഒരു പൊട്ടാറ്റോ, ടൊമാറ്റോ, ക്യാരറ്റ്, പിന്നെ ഓണിയൻ, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി പേസ്റ്റിനൊക്കെ ആയിട്ട് നമ്മളാണെങ്കിൽ നല്ല ഗാർലിക് എടുത്തിട്ടുണ്ട്, ജിഞ്ചറും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വെജിറ്റബിൾസ് തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് നമുക്ക് വേണമെങ്കിൽ സോയാബീൻസ്, ബീൻസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ മണ്ണിട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്ത് വിഷാംശമൊക്കെ പോകാനായിട്ട്. സോ നമ്മളത് അവിടെ വെച്ചേക്കുന്നു. ഇനി ഞാൻ ഇതിന് നല്ല ബട്ടറി ക്രീമി ഫ്ലേവറിന് വേണ്ടിയിട്ട് പനീർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ്, മട്ടർ എന്ന് പറയും, നമ്മൾ ഗ്രീൻ പീസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ നമ്മൾ ബിരിയാണിക്കകത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ എന്തെല്ലാം മസാലകളാണ്, എന്തെല്ലാം സ്പൈസസ് ആണ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് കാണാം. ഗൈസ്, നമുക്കിപ്പോൾ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. അപ്പം ഗൈസ്, നമ്മുടെ ഇൻഗ്രീഡിയൻസ്, അതായത് വെജിറ്റബിൾസ് ഒക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഉണ്ട്, ഒണിയൻ, ദെൻ പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്, പിന്നെ തക്കാളി, പൊട്ടാറ്റോ, പിന്നെ നമ്മുടെ പനീർ ഒന്ന് ക്യൂബ്സ്, കുറച്ച് വലിയ ക്യൂബ്സ് ആണ്, നമ്മളൊന്ന് നാലായിട്ടൊന്ന് മുറിച്ച് ചെറുതാക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളത് അരിഞ്ഞ്. പിന്നെ നമ്മൾ കുറച്ച് ആ സവളയിൽ നിന്ന് കുറച്ചെടുത്തത് നമ്മൾ കാഷ്യൂ നട്ട്സ് അതിൻ്റെയൊക്കെ കൂടി ഒന്ന് ഇട്ട് വറക്കാനായിട്ടാണ്. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് പാത്രത്തിലൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ പീസ് മതി, ആ കാണിച്ച പാക്കറ്റ് അത്രയും വേണ്ട, കുറച്ച് ഗ്രീൻ പീസ് മതി. പിന്നെ നമ്മുടെ പേസ്റ്റിന് കൂടെ 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ജിഞ്ചറും പിന്നെ വെളുത്തുള്ളിയും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും, അത് നമുക്ക് എടുക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഗൈസ്, നമ്മുടെ റൈസിൻ്റെ കാര്യം പറയുന്നത്, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജീരകശാല റൈസാണ്. ഞങ്ങൾക്ക് 4 പേർക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു കപ്പിൽ 3 കപ്പ് ജീരകശാല റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വയ്ക്കാം. ഗൈസ്, നമ്മൾ അരി കുതിരാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. പിന്നെ കാഷ്യൂ നട്ട്സ്, റേസിൻസ്, ഓണിയൻസും കൂടെ നല്ല പോലെ ഒന്ന് വഴച്ചെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെജിറ്റബിൾസിൽ ഓണിയൻ നമ്മൾ നല്ലപോലെ ഒന്ന് അരിഞ്ഞിട്ടൊന്ന് വഴച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി കാണിക്കുന്ന സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണേ. സ്പൈസസ് എന്ന് പറയുന്നത് ഏലക്ക, ഗ്രാമ്പൂ, തക്കോല, പിന്നെ കറുവപ്പട്ട, ബേ ലീഫാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുജീരകം കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാമേ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടാറ്റോയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഗ്രീൻ പീസ് ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ കാണിച്ച പാക്കറ്റിൻ്റെ അത്രയും ഗ്രീൻ പീസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കോളിഫ്ലവറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. മിക്സി ജാറിലേക്ക് ജിഞ്ചർ, ഗാർലിക്, പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. നമുക്കിവിടെ ആവശ്യമുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്യാമേ. നമ്മൾ ആദ്യമേ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, ഇങ്ങനെ കുറച്ച് പൊടികൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീർ ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി, പനീർ, ഇതെല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ആ മസാലയൊക്കെ നല്ലപോലെ പിടിക്കണം കഷ്ണങ്ങളിലേക്ക്. ഇനി കഴുകി വെച്ച അരി നമുക്ക് കുക്കറിലേക്ക് ഇടാമേ. നമ്മൾ അരി എടുത്ത കപ്പിൽ തന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഇവിടെ വേണ്ടത്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാമേ.
ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞൊഴിക്കാമേ. ഇനി ചോറ് വേവാനായിട്ട് നമുക്ക് കുക്കർ നടച്ച് വെച്ച് ഒരു വിസിലൊന്ന് അടുപ്പിക്കാമേ. എൻ്റെ കുക്കറിൻ്റെ അകത്ത് ബിരിയാണി കൊള്ളാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് ബിരിയാണി ഒന്ന് കുടഞ്ഞിടുന്നുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ ആദ്യമേ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ്, റേസിൻസ്, ഓണിയൻസും കൂടെ എല്ലാം ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാമേ. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഈസി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.